ഇന്നൊരു സായം സന്ധ്യ മയങ്ങിയ സമയത്ത് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ആരോ പറഞ്ഞത് കേട്ടൊരു നീലത്താമര തേടിയുള്ള പോക്കാണ്. പോകുന്ന വഴിക്ക് കാടും പടലും ഏലക്കായും അവിടെ നിന്ന് പഴവും എല്ലാം പറിച്ചിട്ടാണ് പോക്ക്. എൻ്റെ ഫോട്ടോസും വീഡിയോസും എടുത്തു തരാമെന്നും പറഞ്ഞാണ് ഈ അർച്ചന കവി എന്നെയും കൂട്ടിക്കൊണ്ട് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഇല്ലെങ്കിൽ കൊടുക്കും. അതെ, ഇവളെ ഞാൻ യൂണിഫോം സാരി പോലും ഊരാതെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാണ് കൊണ്ടുപോകുന്നത്. പോകുന്ന വഴിയിൽ രണ്ട് സൈഡിലും നല്ല ഓറഞ്ചിൻ്റെ മണം ഉണ്ടായിരുന്നു. ഒരു രക്ഷയില്ലാത്ത മണം. നോക്കിയപ്പോൾ എന്താ അവിടെ മൊത്തം ഓറഞ്ച് വിളഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അമ്പലക്കുളത്തിലേക്കുള്ള വഴി ചോദിച്ചത് അത് ഞങ്ങളെ വല്ലാതെ വലപ്പിച്ചു. അമ്പലക്കുളം കാണാൻ വന്നു. ഇതുവഴിയാണോ പോണേ? ഇംഗ്ലീഷിൽ പറ. ഇംഗ്ലീഷ് അല്ല, ഹിന്ദി. ലോട്ടസ് അല്ലല്ല, ഫ്ലവർ. അങ്ങനെ ഞങ്ങൾ അവസാനം ആമ്പൽക്കുളം കണ്ടുപിടിച്ചു. ദൂരേന്ന് നോക്കിയപ്പോൾ ഒരാമ്പൽ പോലും കണ്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അടുത്തേക്ക് ചെന്നപ്പോൾ ഒരു 4-5 ആമ്പലൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ കുളത്തിന് ആഴമുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. അതുപോലെ തന്നെ ചേറും കുണ്ടും ആയതുകൊണ്ട് ഇറങ്ങാനും പേടിയായിരുന്നു. അവിടെ 2 പുരുഷന്മാർ എന്തെടുക്കാന്ന് അറിഞ്ഞൂടാ, എന്തോ എടുക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഒരു കമ്പെടുത്ത് ആമ്പൽ പറിക്കാനായിട്ട് മാക്സിമം ശ്രമിച്ചു. പിന്നീടാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. ആമ്പലിൻ്റെ വേരിന് നല്ല ആഴമുള്ളത് കൊണ്ട് അതിൻ്റെ വേര് അടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഒരു കമ്പെടുത്ത് കൂട്ടിയാലൊന്നും അത് വരില്ല എന്നുള്ളതും ഞാൻ മനസ്സിലാക്കി. അങ്ങനെ എങ്ങനെയെങ്കിലും ആമ്പൽ കൈക്കലാക്കണം എന്നുള്ള ആവേശത്തിൽ അവിടെ ഉണ്ടായിരുന്ന മുട്ട് പറിച്ചു. ഇല്ലെങ്കിൽ ഇവളെന്നെ തല്ലിക്കൊല്ലും. കാരണം അവളുടെ യൂണിഫോം പോലും ഊരാതെ ഫോട്ടോഷൂട്ടെന്നും പറഞ്ഞ് വിളിച്ചിട്ട് വന്നതാണ്. അവളും വളരെ എക്സൈറ്റഡിലായിരുന്നു. അങ്ങനെ ആ മൊട്ടൊക്കെ പറിച്ച് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. നിങ്ങൾക്ക് ഞാൻ എടുത്ത ഈ ഫോട്ടോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല പോസിൽ അവൾ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഇരിഞ്ഞു തന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇത് ഞങ്ങളുടെ യൂണിഫോം സാരിയാണേ. ഞങ്ങളിങ്ങനെയാണ് എപ്പോഴും നടക്കുന്നത്. ഞങ്ങൾക്ക് വലിയ കൗതുകമല്ല. പിന്നെ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു പ്രൊമോഷൻ. ആദ്യമായാണ് ഒരാളെന്നോട് ഒരു കടയുടെ പ്രൊമോഷൻ ചെയ്യാമോ എന്ന് ചോദിക്കുന്നത്. അത് കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. ഈ പടയപ്പ ചേച്ചിയുടെ കടയാണ്. ഈ കടയുടെ പേര് പടയപ്പ എന്നാണ്. നിങ്ങൾക്ക് പടയപ്പയെക്കുറിച്ച് കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള മൂന്നാറിലെ ആനയാണ്. ഞങ്ങൾക്ക് ഇവിടെ മാഗി, ചായ, ബൂസ്റ്റ്, കാപ്പി, ബിസ്ക്കറ്റ് എല്ലാ സാധനങ്ങളും ഈ ചേച്ചി ഞങ്ങൾക്ക് ഉണ്ടാക്കി തരും. ഇവിടെ ഞങ്ങൾക്ക് ആകെയുള്ള ഞങ്ങളുടെ പാവങ്ങളുടെ ഒരു വലിയ 5 സ്റ്റാർ ഹോട്ടലാണ് ഈ ഒരു കടയെന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് വീണ്ടും ഞങ്ങളുടെ റിസോർട്ടിലേക്ക് പോയി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.